ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം. ഗൈഡൻസ് എന്താണ് നമുക്ക് നോക്കാം. അത് നമ്മൾ ഒറക്കിൾ കാർഡ്സ് നോക്കാം, പിന്നെ ടാരോയും കൂടെ എടുത്ത് ക്ലാരിഫൈ ചെയ്യാം. വോയേജ് ആണ് വന്നിരിക്കുന്നത്. ചേഞ്ച് വന്നിരിക്കുന്നു. ഓപ്പണസ്, ഹാപ്പിനെസ്, ഓപ്പർച്യൂണിറ്റി, വിസ്ഡം വന്നിരിക്കുന്നു. പേഷ്യൻസ് ഒരുപാട് വന്നിരിക്കുന്നതാണ്. സിംപ്ലിസിറ്റി ഇതല്ലേ ബോട്ടം വന്നിരിക്കുന്നത് സിംപ്ലിസിറ്റിയാണ്. ഇവിടെ നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് സിംപ്ലിസിറ്റിയാണ്. സിംപ്ലിസിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, സിംപ്ലിസിറ്റി കഴിഞ്ഞിട്ട് അബൻഡൻസ് ആണ്. കണ്ടില്ലേ, സിംപ്ലിസിറ്റി ഉള്ളവർക്ക് അബൻഡൻസ് ലഭിക്കുന്നു. വളരെ മീനിങ് ആണ്. അപ്പോൾ ഇവിടെ എളിമ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്യാവശ്യ കാര്യമാണ്. ഉള്ളിൽ എപ്പോഴും ഈഗോ വെച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ വളരെയധികം അഹംഭാവത്തോടു കൂടി നിങ്ങൾ ഒരു വ്യക്തിയോട് സംസാരിച്ചു വന്നിരിക്കട്ടെ, അല്ല എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പദവിയിലേക്ക് സ്ഥാനക്കയറ്റം കിട്ടി, അതുമല്ല നിങ്ങൾക്ക് സൊസൈറ്റിയിൽ തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു സക്സസ് ലഭിച്ചു, അവിടെ നിങ്ങൾക്ക് അപ്പോഴേക്കും നിങ്ങളുടെ ഉള്ളിൽ എന്താണ്, ഓ ഞാൻ ഇന്നലെ കണ്ട ആളൊന്നും അല്ലല്ലോ, എനിക്കിന്ന് കുറച്ചുകൂടെ വ്യത്യാസം വന്നു, ഇനി ഞാൻ മറ്റുള്ളവരോട് താഴ്മയായിട്ട് സംസാരിച്ചിട്ട് എനിക്കൊരു പ്രയോജനവുമില്ല, കുറച്ച് ആളായി തന്നെ അങ്ങ് പെരുമാറാം എന്നൊക്കെ കരുതി ഉള്ളിൽ ഞാൻ എല്ലാവരെക്കാളും വലിയവനല്ലേ എന്നൊക്കെ ഉള്ളിലൊരു ബോധം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അവിടെ നിങ്ങളുടെ നാശമാണ് സംഭവിക്കാൻ പോകുന്നത്. എപ്പോഴെങ്കിലും നിങ്ങൾ സ്വയം മനസ്സിലാക്കി നോക്കുക. നിങ്ങൾ സ്വയം ഒന്ന് ഓർത്ത് നോക്കുക. ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഞാനെന്നൊരു ഭാവം വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് പിന്നീട് അടുത്ത നിമിഷം തന്നെ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടതായ അവസരം വന്നിട്ടുണ്ടാവണം, വരികയും ചെയ്യും. മനസ്സിലായി? അങ്ങനെ വരും. അതുകൊണ്ട് ആ ഒരു ഭാവം കളയുക. നമ്മളെല്ലാവരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോളാണ്. മനസ്സിലായി? എല്ലാവരും മനോഹരങ്ങളായ സോളുകൾ തന്നെയാണ്. അപ്പൊ അങ്ങനെ വിചാരിക്കുക. നമ്മളെല്ലാവരും പ്രപഞ്ചത്തിന്റെ സന്തതികളാണ്. ആർക്കും ആരോടും ഒരു വലിപ്പ ചെറുപ്പം ഒന്നും കാണിക്കേണ്ടതായ ആവശ്യമില്ല. ഉള്ളിൽ നിന്നും പ്രത്യേകിച്ചും ഒരു ഭാവം അരുത്. അങ്ങനെ മനസ്സിലായോ? അപ്പോ എല്ലാവരെ കൊണ്ടും അത് ബുദ്ധിമുട്ടായിരിക്കണം, എന്നാലും ശരി നിങ്ങളുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ഒരു ഭാവം അരുത്. എന്താണ്? എളിമയോടുകൂടി സംസാരിക്കാൻ പഠിക്കണം. ഈ ഒരു എളിമയെന്ന് പറയുന്നതാണ് നിങ്ങളെ ജീവിതത്തിലെ ഉയർച്ചയിലേക്ക് നയിക്കുന്നത്. എത്രമാത്രം സമ്പത്തുണ്ടെങ്കിലും എത്രമാത്രം അറിവുണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ എളിമയുണ്ടോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കാനുള്ള സന്മനസ്, അല്ലെങ്കിൽ അവരെ കാണുമ്പോഴുള്ള ഒരു എളിമയോടുകൂടിയുള്ള സംസാരം, എളിമയോടുകൂടി സംസാരിച്ചിട്ട് ഉള്ളിൽ അഹംഭാവം വെച്ചുകൊണ്ടിരിക്കാനും പാടില്ല. രണ്ടു മുഖം വേണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ള പെരുമാറ്റത്തിലൂടെ എങ്കിലും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സക്സസ്സിലേക്ക് നയിക്കും എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അങ്ങനെ പോയാൽ നിങ്ങൾക്ക് അബണ്ടൻസിലേക്ക് പോകാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള അബണ്ടൻസും നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റും. ഏറ്റവും വലിയ സുഹൃത്ത് ബന്ധമാണോ?
ഒരുപാട് കൂട്ടുകാരെ നേടിയെടുക്കാനും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു സ്വഭാവം കൊണ്ട് സാധിക്കും. നമ്മൾ പലപ്പോഴും പലരെയും കുറിച്ച് പറയാറുണ്ടല്ലോ, എത്രമാത്രം ഉയർച്ചയിലാണെങ്കിൽ പോലും സംസാരത്തിന് എന്ത് എളിമയാണ്, എന്ത് മാന്യമായ സംസാരമാണ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പലരെ കുറിച്ചും പറയാറുണ്ടല്ലോ. എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ഉള്ളിലായാലും എപ്പോഴും ഈ ഒരു എളിമ കാത്തു സൂക്ഷിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ വന്നാൽ ജീവിതത്തിൽ ഒരുപാട് അബണ്ടൻസിലേക്ക് പോകാൻ സാധിക്കും. സാമ്പത്തികപരമായിട്ടും അതുപോലെ മറ്റ് പല കാര്യങ്ങളിലേക്കും നിങ്ങൾക്ക് സമൃദ്ധി വരും എന്നുള്ളതാണ് കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉണ്ടാകും. അപ്പോഴവിടെയാണ് നിങ്ങളുടെ ഉള്ളം എത്രമാത്രം പരിശുദ്ധമാകുന്ന അവിടെയാണ് ഈശ്വരീയമായ വാസം ഉണ്ടാകുന്നത്. ഈശ്വരവാസം ഉണ്ടാകുന്ന അവിടെയാണ് ഈശ്വര കടാക്ഷം നിങ്ങൾക്ക് ലഭിക്കുന്നതും അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതും എല്ലാം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരിക. ഇവിടെ ആർക്കെങ്കിലുമൊക്കെ ഇവിടെ യാത്രകൾ പറയുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ദൂരദേശത്തേക്ക് യാത്ര പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിലൊരു സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഇവിടെ ഒരു ചേഞ്ചാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. എന്ത് യാത്രയാണ് എന്ന് നോക്കാം നമുക്ക്. സമുദ്രയാത്രയാണ്. സമുദ്രത്തിലൂടെ അല്ലെങ്കിൽ കടൽ കടന്ന് അക്കരയ്ക്ക് പോകുന്ന എനർജിയാണ്. ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വിദേശ യാത്ര ചെയ്യാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ വിദേശത്തേക്ക് ജോലിക്ക് പോകുന്ന എനർജി ആവാം. അതിനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്കത് സാധ്യമാകുന്നു എന്നുള്ളതാണ് കാണുന്നത്. സ്റ്റാറായിട്ട് തിളങ്ങാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. ഇങ്ങനെ ഒരു യാത്രയിലൂടെ നിങ്ങൾക്ക് സ്റ്റാറായിട്ട് തിളങ്ങാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ഉയർച്ചയിലേക്ക് വരാനും സാധിക്കും ഈ ഒരു സമയത്ത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഒരു യാത്ര കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഒരുപാട് ഗുണങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചക്രാസൊക്കെ ആക്റ്റീവ് ആവുകയും അതുപോലെ തന്നെ ഈക്വലായിട്ട് ഗിവ് ആൻഡ് ടേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. സാമ്പത്തികപരമായ അഭിവൃദ്ധി ഉണ്ടാകുന്നു. അതുപോലെ ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു പ്രോഗ്രസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ ചില യാത്രകൾ കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഉയരത്തിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളത് കാണുന്നുണ്ട്. ചിലപ്പോൾ ആരെങ്കിലും വിദേശ യാത്ര നടത്തുന്നുണ്ട് എങ്കിൽ അവിടെ നിങ്ങൾക്കൊരു സക്സസ് നേടിയെടുക്കാൻ സാധിക്കും. അവിടെ നിങ്ങൾ എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ജോലിക്കായിട്ട് പോകുന്നുണ്ടോ, ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്, എവിടെയെങ്കിലും ആയാലും ശരി, എവിടെ പോയാലും നിങ്ങൾക്ക് അവിടെ ഒരു സക്സസ് ലഭിക്കും. ഉയർച്ചയിലേക്ക് വരാനും സാധിക്കും, ഒരു സ്റ്റാറായിട്ട് തിളങ്ങാനും സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അതുമല്ല എങ്കിൽ നിങ്ങളുടെ ഓഫീസ് കാര്യങ്ങളായാലും നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് സ്റ്റാറായിട്ട് തിളങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. മറ്റുള്ളവർ നിങ്ങളെ ഒരു താരത്തെ പോലെ കാണുന്നു. അത്രമാത്രം ഒരു ഉയർച്ചയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കുന്നു, ഉയർച്ച വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ കിങ് ഓഫ് സോഡിന്റെ എനർജിയാണ്. ചേഞ്ചാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഒരു മാറ്റം വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു മാറ്റം വരുന്നുണ്ട്. ഈ മാറ്റം നിങ്ങളുടെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഈ മാറ്റത്തെ നിങ്ങൾക്ക് ഇപ്പോൾ കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സമയത്ത് ഇവിടെയാണ് നിങ്ങൾക്ക് ഇൻഡിപെൻഡന്റ് ആവാൻ സാധിക്കുന്നത്. നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന ചില കാര്യങ്ങളിൽ ഉറച്ച തീരുമാനം എടുത്തിരിക്കുന്നു നിങ്ങൾ എന്നാണ് കാണുന്നത്. അവിടെ ആ ഉറച്ച തീരുമാനത്തിലൂടെ മുന്നോട്ട് പോവുകയും ബുദ്ധിപൂർവ്വം പല കാര്യങ്ങളും സാധിക്കാനും നിങ്ങളെ കൊണ്ട് ഇപ്പോൾ സാധിക്കുന്നു. കിരീടം വെച്ച രാജാവിനെ പോലെ വാഴാനും ഹൈ എനർജിയിലേക്ക് പോകാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും ഒരു സക്സസ് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു മാറ്റം കൊണ്ട് തരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു മാറ്റത്തിൻ്റെതായ എനർജിയാണ്. അപ്പോൾ ഈ ഒരു മാറ്റം നിങ്ങൾക്ക് ഒരുപാട് ഉയർച്ചയിലേക്ക് പോകാനുള്ള മാറ്റമാണെന്നാണ് കാണുന്നത്. അതുപോലെ മറ്റുള്ളവരുടെ നല്ല വഴിക്ക് നയിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കാനും വാക്കുകൾക്ക് വിലയുണ്ടാകുന്നു എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനുമുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴെന്ന് കാണുന്നുണ്ട്. അടുത്തതായിട്ട് ഓപ്പണേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്താണ് ചില കാര്യങ്ങൾ, സിക്സ് ഓഫ് കപ്സ്, ചില കാര്യങ്ങൾ, ചില സ്നേഹ കാര്യങ്ങളൊക്കെ തുറന്നു പറയാനുള്ള ഒരു സമയമായിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളോട് ഇണങ്ങിയിരിക്കുന്ന ചില ആൾക്കാർ അടുത്തുകൂടാനുള്ള സമയമായിരിക്കുന്നു. ശത്രുത മാറി നിങ്ങളോട് അവരുടെ സ്നേഹത്തെക്കുറിച്ച് തുറന്നു പറയാനുള്ള ഒരു സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു മാറ്റം ഉണ്ട് നിങ്ങൾക്ക്. എന്ത് മാറ്റമാണ് ഇവിടെ വരുന്ന? നിങ്ങളുടെ ഒരു പ്രണയ ജീവിതത്തിന്റെ മാറ്റമാണ്.
അതായത് ശത്രുതയുള്ളവർക്ക് വീണ്ടും അത് മറന്നിട്ട് വീണ്ടും ഒന്നു ചേരാനുള്ള എനർജിയാണ്. ചെറുപ്പത്തിൽ തന്നെയും ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തെ വീണ്ടെടുക്കുന്ന അല്ലെങ്കിൽ വീണ്ടും കിട്ടുന്ന സ്നേഹം, വീണ്ടും കൂടിച്ചേരുന്ന സ്നേഹം, ഇവിടെ കളങ്കമില്ലാത്ത ഒരു സ്നേഹം ഇവിടെ പങ്കിടാൻ നിങ്ങളെ കൊണ്ട് ഈ ഒരു സമയത്ത് സാധിക്കുന്നു എന്നുള്ളതാണ്. അത് തുറന്നു പറയുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തതായിട്ട് വന്നിരിക്കുന്ന ഹാപ്പിനെസ് ആണ്. ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ രണ്ടുപേരും കൂടെ ഒന്നിച്ച് ചേർന്ന്, കണ്ടില്ലേ, കപ്പിൾസിന്റെ എനർജിയാണ്. ഹാപ്പിനെസ്സിലേക്ക് പോകാൻ സാധിക്കുന്നു. രണ്ട് കപ്പിൾസ് തമ്മിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു. അവിടെ നിങ്ങൾക്ക് ഒന്നു ചേരാനും കാര്യങ്ങളെ തുറന്നു പറഞ്ഞുകൊണ്ട് ഒന്നു ചേരാനും വീണ്ടും മുന്നോട്ട് പോകാനും സന്തോഷത്തിലേക്ക് പോകാനും നിങ്ങളെ കൊണ്ട് ഇവിടെ കഴിയുന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഒന്നിച്ചു ചേരാനും സന്തോഷത്തിലേക്ക് പോകാനുമുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചിലപ്പോൾ കപ്പിൾസ് തമ്മിൽ അകന്നിരിക്കുകയാവാം, അല്ലെങ്കിൽ ലവേഴ്സ്, പാർട്ട്ണർ, അങ്ങനെ ആരെങ്കിലും വ്യക്തികൾ നിങ്ങളോട് ഫ്രണ്ട്സ് നിങ്ങളോട് അകന്നിരിക്കുന്നുണ്ടോ? ഇവിടെയും അത് തന്നെയാണ്. 6 ഓഫ് കപ്സിന്റെ എനർജി വന്നിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. കളങ്കമില്ലാത്ത സ്നേഹം പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ്. ഇവിടെയും കൂടുതൽ സന്തോഷത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഒത്തുചേർന്നുള്ള ഒരു ഐക്യത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ഈ ഒരു സമയത്ത് എന്ന് കാണുന്നുണ്ട്. അത് പിണങ്ങിയിരിക്കുന്നവർ ഒന്നു ചേരുന്നു എന്നുള്ളതാണ്. ആ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നൈൻ ഓഫ് വാൺസിന്റെ എനർജിയാണ്. കണ്ടില്ലേ, ഇവിടെ ഒരാൾക്ക് ഒരാളില്ലാതെ പറ്റില്ല. ഒരാളും കൂടെ പിണങ്ങിയിരിക്കുമ്പോൾ എന്താണ്, ആ വ്യക്തിക്ക് വേണ്ടി നോക്കിയിരിക്കുന്ന, ആ ഒരു സാഹചര്യത്തിന് വേണ്ടി നോക്കിയിരിക്കുന്ന എനർജിയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ കൂടിച്ചേരുമ്പോൾ മാത്രമേ ഇവിടെ ഹാപ്പിനെസ്സിലേക്ക് പോകാൻ പറ്റൂ, പരിപൂർണത വരുന്നുള്ളൂ. ആഗ്രഹ സഫലീകരണം നടക്കണമെങ്കിൽ ഈ ഒരു വ്യക്തി കൂടെ വരണം. അതിനായിട്ട് ഇവിടെയുള്ള വെയിറ്റിംഗ് ആണ്. അതിവിടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു വെയിറ്റിംഗ് ഇവിടെ എന്താണ്, സഫലമാകുന്നു. ഒരുപാട് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകാൻ, സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകാൻ ഈ ഒരു സമയത്ത് കഴിയുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അതുപോലെ ഓപ്പർച്യൂണിറ്റി, നിങ്ങളിലേക്ക് എന്താണോ അവസരം നിങ്ങൾ കാത്തിരിക്കുന്നത്, ഒരു ജോലിക്കുള്ള അവസരമാകാം, അതുമല്ലെങ്കിൽ വിവാഹ കാര്യങ്ങളിലേക്ക് അവസരങ്ങൾ വരണമല്ലോ. ഏതൊരു കാര്യത്തിലായാലും നിങ്ങളിപ്പോൾ ഉൾപ്പെടുന്ന സമൂഹത്തില്, അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളില്, ബിസിനസ് കാര്യങ്ങളില് നിങ്ങൾക്ക് അവസരങ്ങൾ വരണം. ജോലി ചെയ്യുന്ന കുറെ വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ ജോലി ചെയ്യുകയാണ്, അവിടെ നിങ്ങൾക്ക് ഒരു പ്രൊമോഷൻ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനത്തേക്ക് ഒരു മാറ്റം കിട്ടുന്നില്ല. എങ്ങനെയായാലും നിങ്ങൾ അവിടെ വിഷമിച്ച് കഴിയുകയാണെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് അവസരങ്ങൾ വന്നു ചേരുന്നു. അവസരം വരാതെ ഒന്നും നടക്കില്ല. അപ്പൊ ഈ ഒരു അവസരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ദൈവാനുഗ്രഹത്തിൻ്റെതായ അവസരമാണ് വരാൻ പോകുന്നത്. നിങ്ങളത് ആഗ്രഹിച്ചിരുന്നതാവണം എന്നുള്ളത് കാണുന്നുണ്ട്. 2 കാർഡ്സ് വന്നിട്ടുണ്ട്, ഫുൾ കാർഡ് വന്നിട്ടുണ്ട്, 8 ഓഫ് സോഡിന്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്ന അവസരം, നിങ്ങൾ 8 ഓഫ് സോഡിന്റെ എനർജി. 8 ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. നിങ്ങൾ ഇപ്പോൾ ഒരു കുടുക്കിൽ പെട്ടിട്ടുണ്ട്. അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. അവിടെയാണ് നിങ്ങൾക്ക് അവസരം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത്, അല്ലെ? അവസരം വേണമെന്ന് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന സമയത്ത് നിങ്ങൾക്ക് അവസരം വരുന്നുണ്ട്. അവിടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു. പുതിയൊരു ലൈഫിലേക്ക് പോകാനും സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ ഒരുപാട് അനുഭവിച്ച എനർജിയാണ്. ഒത്തിരി ദുഃഖങ്ങൾ അനുഭവിച്ച് മറ്റുള്ളവർ പറയുന്നത് കേട്ട് അനുസരിച്ച് ഇങ്ങനെ അടിമയെ പോലെ കഴിഞ്ഞ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളിലൂടെയും എക്സ്പീരിയൻസ് ചെയ്ത് മുന്നോട്ട് വന്ന് നിങ്ങളുടെ സോൾ ക്ലിയർ ആവുമ്പോൾ സ്പിരിച്വാലിറ്റിയിലേക്കുള്ള എനർജി വന്നിരിക്കുന്നു. അങ്ങനെ നിങ്ങൾക്കൊരു എൻലൈറ്റൻമെന്റ് ഉണ്ടാവുകയാണ്. ഇവിടെ ഒരു ജ്ഞാനോദയം ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഇവിടെ സ്പിരിച്വലായിട്ടൊരു തുടക്കം വരുന്ന, സ്പിരിച്വാലിറ്റിയിലേക്കുള്ള, ആത്മീയതയിലേക്കുള്ള ഒരു യാത്ര ഇവിടെ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് സക്സസ് കൊണ്ട് തരുന്നതാണ്. ഇവിടെ നിങ്ങൾ അതിന് തയ്യാറെടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ആത്മീയ കാര്യങ്ങളിൽ മുന്നോട്ട് വരാനും, നിങ്ങളുടെ ഉള്ളിലുള്ള മാലിന്യങ്ങളെ കളയാനും, കളങ്കമില്ലാതെ മറ്റുള്ളവരോട് പെരുമാറാനും, അപ്പോൾ ഈശ്വരാനുഗ്രഹം നേടാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു ഈ ഒരു സമയത്ത്. അപ്പോഴാണ് നിങ്ങളിലേക്ക് അവസരങ്ങൾ വരും. ഏത് കാര്യത്തിനായാലും ഇങ്ങനെ നിങ്ങളിലേക്ക് സാഹചര്യങ്ങളും വ്യക്തികളും ഒക്കെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. അതിനുള്ള സാഹചര്യം നിങ്ങൾക്ക് പ്രപഞ്ചം ഒരുക്കി തരുന്നുണ്ട്. അങ്ങനെ ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ അതിനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്ക് അതിന്
വഴിയൊരുക്കി തരും, അവസരം കൊണ്ടുതരുമെന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ വിശദമാണ്, അറിവ് വർദ്ധിക്കുന്ന എനർജി. എന്തിനുള്ള അറിവാണ്? ഇവിടെയും ആത്മീയതയിലേക്കുള്ള അറിവാണ് വർദ്ധിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ലേസ് ഓഫ് കപ്സിന്റെ എനർജിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഒരു പുതിയ തുടക്കം വരുന്നുണ്ട്. അതുപോലെ ഒരു അനുഗ്രഹത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ, നിങ്ങൾ സ്പിരിച്വൽ വേയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ, നിങ്ങളുടെ കളങ്കമില്ലായ്മയിൽ നിങ്ങൾക്ക് ഈശ്വരനുമായിട്ട് കൂടുതലായിട്ട് അടുക്കാൻ സാധിക്കുന്നു. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിവ് ലഭിക്കുന്നു. ആ അറിവ് നിങ്ങൾക്കൊരു പുതിയ തുടക്കത്തെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ പുതിയ തുടക്കം എന്ന് പറയുന്നത് ദൈവികതയിലേക്ക് പോകുന്ന തുടക്കമാണ്. ദൈവവുമായിട്ട് അല്ലെങ്കിൽ ഡിവൈനുമായിട്ടുള്ള ഒരു കണക്ഷൻ സ്ഥാപിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു തുടക്കമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കാണുന്നത്. അത് ഏത് കാര്യത്തിനാലും, ചിലപ്പോൾ ജോലി കാര്യങ്ങളാവാം. ഇവിടെ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി വന്നില്ലേ, അത് ചിലപ്പോൾ ജോലി കാര്യങ്ങളിലാവാം. അതുമല്ല ഏതെങ്കിലും കോഴ്സുകൾ പഠിക്കാനാവാം. അതുമല്ല എങ്കിൽ ഒരു പുതിയ വിവാഹ ബന്ധത്തിലേക്ക് പോകാനുമാവാം. ചിലപ്പോൾ വിവാഹമൊക്കെ നോക്കിയിരിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം അടുത്തുവിട്ടാം. ഇനി മറ്റേതെങ്കിലും കാര്യത്തിലാണോ നിങ്ങളൊരു പുതിയ തുടക്കം കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിരുന്നത്, അവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഏസ് ഓഫ് കപ്സിന്റെ എനർജിയാണ് പുതിയ തുടക്കം. പല കാര്യങ്ങളിലും ഒരു പുതിയ തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു. പുതിയൊരു സൂര്യോദയം നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ മുൻപിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ആ ഒരു സൂര്യോദയത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടും വേണ്ടത് എന്താണ്? ക്ഷമ എന്ന് പറയുന്ന 2 അക്ഷരം അത്യാവശ്യമാണെന്ന് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്ഷമ അത്യാവശ്യ കാര്യമാണ് ജീവിതത്തിൽ ഒരു സക്സസിന് ഏറ്റവും അത്യാവശ്യമുള്ള 2 അക്ഷരമാണ് ക്ഷമ എന്നുള്ളത്. മനസ്സിലായി? ക്ഷമയോടുകൂടി ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകും. ഇനി അതല്ല, ധൃതി പിടിച്ച് നിങ്ങൾ മുന്നോട്ടൊരു കാര്യത്തിന് പോകുമ്പോൾ അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. അവിടെ അത് സാധിച്ചു കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് അത്യാവശ്യമായിട്ടും നിങ്ങൾ പല കാര്യങ്ങളിലും ക്ഷമ പാലിക്കാൻ പഠിച്ചിരിക്കണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ എംപ്രസിന്റെ എനർജിയാണ് കണ്ടില്ല. വളരെയധികം ക്ഷമയോടുകൂടി ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് എംപ്രസ്, മഹാറാണി. ഈ ഒരു മഹാറാണിക്ക് ഇവിടെ ഒരുപാട് ദൈവാനുഗ്രഹം, നമ്പർ 3 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ വ്യാഴാനുഗ്രഹമാണ്. ഇവിടെ സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. എന്തുകൊണ്ട്? ഇവിടെ ആത്മീയതയിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് കൊണ്ട് മാത്രം. അങ്ങനെയാണ് ആത്മീയതയിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകുന്ന, ഈശ്വരനുമായിട്ട് ഡിവൈനുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാകുന്ന, യൂണിവേഴ്സുമായിട്ട് നിങ്ങൾക്കൊരു കണക്ഷൻ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകുന്നത്, അബണ്ടൻസിലേക്ക് പോകാൻ സാധിക്കുന്നത്, പ്രോസ്പെറിറ്റി ഇതൊക്കെ ലഭിക്കുന്നത് അപ്പോൾ മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് സമൂഹത്തിൽ മറ്റുള്ളവരുടെ മുൻപിൽ തലയെടുപ്പോടുകൂടി നിൽക്കാൻ സാധിക്കുന്നു. എല്ലാവരും ഒന്ന് ആകർഷിക്കപ്പെടുന്ന സൗന്ദര്യത്തോടുകൂടി തിളങ്ങാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. ഇവിടെ വിവാഹം നടക്കാൻ നോക്കിയിരിക്കുന്നവർക്ക് എത്രയും പെട്ടെന്ന് അത് സാധിച്ചു കിട്ടുന്നു. കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക് അങ്ങനെ സാധിക്കുന്നു. ഏത് വിധത്തിലുള്ള ക്രിയേറ്റീവ് എനർജിയും ഇവിടെ സക്സസ് ആയിട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? 9 ഓഫ് കപ്സ് ആണ്. അതുവഴി കണ്ടില്ലേ, സന്തോഷത്തിലേക്ക് പോകാൻ 9 കപ്സ്. 9 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ പുതിയ ഒരുപാട് കാര്യങ്ങൾ വാങ്ങിക്കാനുള്ള, ഓർണമെന്റ്സ് വാങ്ങിക്കുക, അതുപോലെ തന്നെ പുതിയ വസ്ത്രങ്ങൾ വാങ്ങിച്ച് സന്തോഷിക്കാനുള്ള എനർജി, വിവാഹത്തിലേക്ക് കിടക്കാനും നിങ്ങൾക്ക് വന്നു ചേരാനുള്ള വ്യക്തികൾ വന്നു ചേരാനും, വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് വേണ്ടി അവർ വന്നു ചേരാനും സന്തോഷത്തിലേക്ക് മുന്നോട്ട് പോകാനും സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് സന്തോഷത്തിലേക്ക് പോകാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. ഇവിടെയും അത് തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.